ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 350. നീലിമ ഭയത്തോടെ എഴുന്നേറ്റ് വിനയ് ഭാസ്കറിന്റെ മുറിയിലേക്ക് നടന്നു ചെന്നു. തൊഴിലാളികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുവെന്ന് മുൻപ് കേട്ടിരുന്നുവെങ്കിലും ഇത്തരമൊരു പ്രവൃത്തി അവർ ആദ്യമായിട്ടാണ് നേരിടുന്നത്. അതിന്റെ പരിഭ്രമം അവളുടെ മുഖത്തുണ്ടായിരുന്നു. അവൾ വിനയ് ഭാസ്കറിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അയാൾ മറ്റെന്തോ ജോലിയിലായിരുന്നു. അയാൾ അവളെ കണ്ട് ആശങ്കയോടെ നോക്കി. എന്തു പറ്റി? അയാൾ ചോദിച്ചു. അപ്പോൾ നീലിമ പറഞ്ഞു, സൈറ്റിൽ എന്തോ പ്രശ്നമുണ്ട്. ഒരു തൊഴിലാളി ബിൽഡിങ്ങിന് മുകളിൽ നിന്നും കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ടെന്നാ കേട്ടത്. നമുക്കുടനെ അങ്ങോട്ടേക്ക് പോകണം. അവൾ പറഞ്ഞത് കേട്ട് വിനയ് ഭാസ്കറിന് ഒട്ടും തന്നെ ആശങ്കയില്ലാത്തതുപോലെ അവൾ നോക്കി. അയാളുടെ ആ പ്രവൃത്തി കണ്ടപ്പോൾ നീലിമ ചോദിച്ചു, സർ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാണ്. നമുക്കുടനെ തന്നെ അങ്ങോട്ടേക്ക് എത്തണം. നീലിമ പറഞ്ഞത് കേട്ട് വിനയ് ഭാസ്കർ ഒട്ടും ആശങ്കയില്ലാതെ അവളെ നോക്കി ശാന്തമായി പറഞ്ഞു. നീലിമ ഭയപ്പെടുന്നത് പോലെയൊന്നുമല്ല കാര്യം. ഇതൊക്കെ അവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഒരു നാടകമായിരിക്കും. എന്തായാലും നമുക്ക് പോയി നോക്കാം. താൻ പേടിക്കാതിരിക്ക്. വിനയ് ഭാസ്കർ പറഞ്ഞത് കേട്ട് നീലിമ ഉടനെ തന്നെ പോവാൻ തയ്യാറായി. കൂടുതൽ സമയം പാഴാക്കാതെ നീലിമയും വിനയ് ഭാസ്കറും താഴെ എത്തി. അവിടെ നിന്നും വിനയ് ഭാസ്കറിന്റെ കാറിൽ അവർ നേരെ സൈറ്റിലേക്ക് പുറപ്പെട്ടു. നീലിമക്ക് ഒട്ടും തന്നെ സ്വസ്ഥമായി ഇരിക്കാൻ സാധിച്ചില്ല. അവളുടെ മനസ്സിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ചാടാൻ തുനിഞ്ഞു നിൽക്കുന്ന തൊഴിലാളിയുടെ ചിത്രം തെളിഞ്ഞു കിടന്നിരുന്നു. അതുകൊണ്ട് തന്നെ സമയം വൈകുന്തോറും അവളുടെ ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവൾ വിനയ് ഭാസ്കറിനോട് പറഞ്ഞു, ആർക്കും ഒന്നും സംഭവിക്കരുത്. നമുക്ക് ഉടനെ തന്നെ അവിടെ എത്തണം. എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. അവൾ പറഞ്ഞത് കേട്ട് വിനയ് ഭാസ്കർ പറഞ്ഞു, അവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്ക്. അയാൾ അവൾക്ക് ഉറപ്പ് നൽകി. വിനയ് ഭാസ്കറിന് തനിക്കറിയാവുന്നതിലും കൂടുതൽ കാര്യങ്ങൾ അയാൾക്കറിയാമെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ടായിരിക്കാം അയാൾക്ക് അത്രത്തോളം ആദിയില്ലാത്തതെന്ന് അവൾ ചിന്തിച്ചു. ഇനി ഗൗരി വർമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നും അവൾ ആലോചിച്ചു. കാരണം ഗൗരി വർമ്മ ഇടപെട്ടതുകൊണ്ടാണല്ലോ രാധിക വർമ്മ കേസിൽ നിന്നും ഒഴിവായത്. ഇതെല്ലാം രാധികയെ കേസിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഗൗരി കളിച്ച കളിയാണോ എന്നും അവൾക്ക് അപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കെ വിനയ് ഭാസ്കറിനെ കുറിച്ചുള്ള ആശങ്കയും അവൾക്ക് അപ്പോൾ ഉണ്ടായി. അല്പനേരത്തിന് ശേഷം അവർ പണി നടക്കുന്ന സൈറ്റിലെത്തി. അപ്പോൾ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നതും താഴേക്ക് ആളുകളൊക്കെ കൂടി നിൽക്കുന്നതുമെല്ലാം നീലിമ കണ്ടു. വെപ്രാളത്തോടെ നീലിമ കാറിൽ നിന്നും ഇറങ്ങി അങ്ങോട്ടേക്ക് വന്നു. വിനയ് ഭാസ്കർ ബഹളമൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കാറ് പാർക്ക് ചെയ്തു. നീലിമ ആളുകളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവൾ പറഞ്ഞതനുസരിച്ച് ആ തൊഴിലാളി ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിൽക്കാൻ തുടങ്ങിയിട്ട് സമയം ഒരുപാടായി. അയാൾ ഉടനെ ഒന്നും താഴെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ രക്ഷാപ്രവർത്തനം ആരും തന്നെ ചെയ്യാൻ തുനിഞ്ഞതുമില്ല. നീലിമ കാര്യങ്ങളൊക്കെ രമ്യമായി പരിഹരിക്കാനാണ് നോക്കിയത്. പക്ഷേ തൊഴിലാളികൾ വഴങ്ങുന്ന മട്ടില്ലായിരുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വിനയ് ഭാസ്കറിനോട് നീലിമ ചോദിച്ചു, സർ, നമ്മളിപ്പോൾ എന്താ ചെയ്യാ? അവൾ ചോദിച്ചതിന് മറുപടി ഇല്ലാതെ വിനയ് ഭാസ്കർ നിന്നു. അപ്പോൾ കമ്പനിയിലെ മറ്റൊരു ജീവനക്കാർ നീലിമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, മാഡം, ഇപ്പോൾ സിദ്ധാർത്ഥ് സാറും മനീഷും വിദേശത്തായതുകൊണ്ട് തന്നെ എന്ത് തീരുമാനമെടുക്കണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ എന്തായാലും വന്നത് നന്നായി. എന്തെങ്കിലും ഒന്ന് ഉടനെ ചെയ്യണം മാഡം. തൊഴിലാളികൾ ആകെ പ്രശ്നത്തിലാണ്. അവർക്ക് മേലും കീഴും നോക്കാനില്ല, അറിയാലോ. അയാൾ അങ്ങ് എടുത്തു ചാടിക്കഴിഞ്ഞാൽ വലിയ പുലിവാലാവും. ജീവനക്കാർ പറഞ്ഞത് കേട്ട് നീലിമയുടെ ഹൃദയം ഒരു നിമിഷം മരവിച്ചു. സിദ്ധാർത്ഥിനെ താൻ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ പരിഭ്രമിക്കേണ്ട. ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യണം, അവൾ പറഞ്ഞു. നീലിമയുടെ വാക്ക് കേട്ടപ്പോൾ ജീവനക്കാരന് അല്പം ആശ്വാസം തോന്നി. തൊഴിലാളികൾക്ക് അവളോട് ബഹുമാനം തോന്നി. മുകളിലെ ആ ആളെ നോക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. ചിലർ കരയാനും തുടങ്ങി. ഈ തൊഴിലാളികൾ ഭൂരിഭാഗവും ഇവിടെ ജോലി ചെയ്യാനും സത്യസന്ധമായി കൂലി വാങ്ങാനും വന്ന ആളുകളായിരുന്നു. അവരുടെ മുഴുവൻ കുടുംബങ്ങളും അവരെ വിശ്വസിച്ചാണ് കഴിയുന്നത്. അവരുടെ വേദന മാറ്റിക്കൊടുത്തില്ലെങ്കിൽ അവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് അവർക്കറിയില്ല. ഇനിയും വേദന വൈകിയാൽ അവർക്ക് ജീവിക്കാൻ പോലും കഴിയില്ല. ആ മനുഷ്യരെ കുറിച്ച് ആലോചിച്ചപ്പോൾ നീലിമയുടെ ഹൃദയം വേദനിച്ചു. വിഷമിക്കേണ്ട, ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കും. ഞാനല്ലേ ഈ പറയുന്നത്? ഈ തൊഴിലാളികൾക്ക് ഒന്നും സംഭവിക്കില്ല. അയാളെ ഞാൻ താഴെ ഇറക്കും. നിങ്ങൾക്കും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കണം. കരയുന്ന തൊഴിലാളികളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ നീലിമ പറഞ്ഞു. ഞങ്ങൾ രാവിലെ മുതൽ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നും ഫലിച്ചില്ല. അവൻ ഉറച്ച തീരുമാനമെടുത്ത മട്ടിലാണ്. അവന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ അയാൾക്ക് പണം ആവശ്യമായിരുന്നു. ഇവിടുത്തെ ശമ്പളമല്ലാതെ അയാൾക്ക് മറ്റു വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് ഇനി ജീവിക്കേണ്ടെന്നാണ് അയാൾ പറയുന്നത്, ഒരു തൊഴിലാളി സങ്കടത്തോടെ പറഞ്ഞു. ആ തൊഴിലാളിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് നീലിമക്ക് അറിയില്ലായിരുന്നു. അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ വ്യാപ്തി അവൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നീലിമ തന്റെ അരികിലുള്ള മെഗാ ഫോൺ എടുത്ത് അത് ഓണാക്കി മുകളിലുള്ള ആളോട് പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. എന്നെ വിശ്വസിക്കൂ.
നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ ഭാര്യ പിന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ കുടുംബം എന്തു ചെയ്യും? ഇതൊന്നും ഓർക്കാതെയാണോ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞത്? അവൾ ആത്മഹത്യാ ഭീഷണി മുടക്കിയ ആളോട് ഉറക്കെ ചോദിച്ചു. നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ അവരുടെ ആളല്ലേ? അയാൾ ഉറക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് ഉടനെ തന്നെ കുറച്ച് ചുവടുകൾ മുന്നോട്ട് വെച്ചു. താഴെ നിൽക്കുന്ന നിരവധി ആളുകൾ ഭയപ്പെട്ട് നിലവിളിച്ചു. പക്ഷേ ആളുകൾ തന്റെ ചിന്തകളെ ശാന്തമാക്കി അവനെ ആശ്വസിപ്പിച്ചു. ഇങ്ങനെ ചാടുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കില്ല. ദയവായി ഇറങ്ങി വരൂ. നിങ്ങൾ ഇറങ്ങിയ കാര്യങ്ങളൊക്കെ മാറുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ നിൽക്കുന്ന വിനയ് ഭാസ്കറും വിശ്വ ഗ്രൂപ്പിലെ എല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ടാവും. നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പു തരാം. ഇത് കേട്ട് ജനക്കൂട്ടമെല്ലാം നിശ്ചലമായി. നീലിമ തുടർന്നു. ദയവായി നിങ്ങൾ എന്നെ വിശ്വസിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ചികിത്സാ ചെലവ് ഞാൻ തന്നെ വഹിച്ചു കൊള്ളാം. അവർക്ക് സുഖമാവും. അതും കൂടാതെ നിങ്ങളുടെ പണം തിരികെ ലഭിക്കും. നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജീവിതമേ ഉള്ളൂ. നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാനുള്ള അർഹതയുണ്ട്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നീലിമയുടെ വാക്ക് കേട്ടപ്പോൾ ആ തൊഴിലാളിയുടെ ഹൃദയത്തിൽ ഒരു പ്രതീക്ഷ ജ്വലിച്ചു. പക്ഷേ അയാൾക്കപ്പോഴും സംശയമായിരുന്നു. നിങ്ങൾ ഉറപ്പു നൽകുമോ? അവൻ ചോദിച്ചു. ഉറപ്പായും ഞങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. ദയവായി ഞങ്ങളെ വിശ്വസിക്ക്, നീലിമ പറഞ്ഞു. നീലിമയുടെ വാക്ക് കേട്ടപ്പോൾ തൊഴിലാളി പിന്നിലേക്ക് നടന്നുപോയി നിലത്തിരുന്ന് കരഞ്ഞു. അയാൾ ചെയ്തതിലൊക്കെ കുറ്റബോധം തോന്നി. അയാൾക്ക് ജീവിക്കണമെന്ന മോഹം തോന്നി തുടങ്ങിയിരുന്നു. അയാൾ പിന്മാറിയത് കണ്ടപ്പോൾ ജനക്കൂട്ടം കൈയടിച്ചു. അയാളെ സുരക്ഷിതമായി താഴെയെറിയാൻ ആരൊക്കെയോ ചേർന്ന് മുകളിലേക്ക് നടന്നുപോയി. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന വിനയ് ഭാസ്കർ അത്ഭുതത്തോടെ നീലിമയെ നോക്കി. അവൾ വളരെയധികം ബുദ്ധിമതിയാണെന്ന് അവൻ അപ്പോൾ തന്നെ തോന്നി. അവൾ അവിടേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ പ്രശ്നം വീണ്ടും രൂക്ഷമാകുമായിരുന്നു. നീ ധീരശാലിനിയാണ്, വിനയ് ഭാസ്കർ അവളോട് കാറിൽ കയറാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് സത്യസന്ധമായി പറഞ്ഞു. നീലിമ കാറിലേക്ക് കയറിയിരുന്നു. ഒരുവിധം പ്രശ്നം പരിഹരിച്ചതുകൊണ്ട് അവർക്കല്പം ആശ്വാസം തോന്നി. വിനയ് ഭാസ്കർ അവളെ പ്രശംസിച്ച് സംസാരിച്ചു. അവളുടെ അപ്പോഴത്തെ സംസാരവും ഉറപ്പുമാണ് ആ തൊഴിലാളികളെ പിന്തിരിപ്പിച്ചത്. അതിനെക്കുറിച്ചെല്ലാം അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നു. നീലിമ അതെല്ലാം ഒരു പുഞ്ചിരിയോടെ കേട്ടുകൊണ്ടിരുന്നതേയുള്ളൂ. അവൾ മറ്റൊന്നും തന്നെ സംസാരിച്ചില്ല. സത്യത്തിൽ അവൾക്ക് നല്ല തളർച്ച തോന്നി. തൽക്കാലം ആ പ്രശ്നം പരിഹരിച്ചുവെങ്കിലും തൊഴിലാളികളുടെ മറ്റ് ആവശ്യങ്ങൾ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഗൗരി വർമ്മയെ ഉടനെ തന്നെ കാണണമെന്ന് നീലിമ തീരുമാനിച്ചു. ഗൗരിയെക്കുറിച്ച് മുൻപ് എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. എങ്കിലും ഓർത്തെടുക്കാനൊന്നും സാധിച്ചില്ല. ഗൗരിയെ നേരിൽ കണ്ടാൽ എന്തെങ്കിലും പരിഹാരം ലഭിക്കുമെന്ന് അവൾക്ക് തോന്നാൻ തുടങ്ങി. അവൾ സൈറ്റിൽ നിന്നും പുറപ്പെട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഫോൺ അവൾക്ക് വന്നു. ഉടനെ അവൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു. സത്യത്തിൽ സിദ്ധാർത്ഥിനോട് സംസാരിക്കണമെന്ന് അവൾക്കൊരു ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ബിസിനസ് ട്രിപ്പിലായതുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കണ്ട എന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. ഫോൺ എടുത്ത ഉടനെ തന്നെ സിദ്ധാർത്ഥ് പറഞ്ഞു. നീ എവിടെയാ? എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. നീലിമ അത് കേട്ട് ചിരിച്ചു. ബിസിനസ് ട്രിപ്പൊക്കെ എങ്ങനെ പോകുന്നു? സുഖമല്ലേ? അവൾ മൃദുവായി ചോദിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല, സിദ്ധാർത്ഥ് പ്രതികരിച്ചു. എനിക്ക് സത്യത്തിൽ നാട്ടിലേക്ക് തിരികെ വരാനാ തോന്നുന്നത്. ഇവിടെ ഒട്ടും തന്നെ മനസ്സർപ്പിച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. നീ എൻ്റെ അരികിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. ഏത് സമയവും ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇത് കേട്ട് നീലിമ ചിരിച്ചു. നിങ്ങളിപ്പോൾ ഇങ്ങനെ കുട്ടികളെപ്പോലെ പെരുമാറരുത്. ബിസിനസ് ട്രിപ്പിന് പോയാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അല്ലാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർക്കേണ്ടതില്ല. എന്തായാലും നാട്ടിലേക്ക് തിരികെ വരുമല്ലോ. നമുക്കപ്പോൾ ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനൊക്കെ ഒരുപാട് സമയമുണ്ടാവും. വെറുതെ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്നത്? എനിക്കിവിടെ ഒരു കുഴപ്പവുമില്ല, നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞു. എവിടെ പോയാലും ഞാൻ നിന്റേത് മാത്രമാണ് കേട്ടോ. ഇവിടെ ഒരു പെണ്ണിന്റെ മുഖത്തേക്ക് പോലും ഞാൻ നോക്കാറില്ല. ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടെന്ന് കരുതിയാൽ മതി. മുഴുവൻ സമയവും ഞാൻ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. നിന്റെ അറിവുകൾ തന്നെയാണ് എൻ്റെ മനസ്സെപ്പോഴും. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. ഞാൻ ഉടനെ തന്നെ തിരികെ എത്താൻ കേട്ടോ, സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തി. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിവിടെ ഒരു പ്രശ്നവുമില്ല, ഒരു പേടിയുമില്ല. നിങ്ങൾ സ്വസ്ഥമായി ജോലിയൊക്കെ തീർത്തിട്ട് പതുക്കെ വന്നാൽ മതി. എന്നെക്കുറിച്ച് ഓർത്തിട്ട് ഒരു ടെൻഷനും വേണ്ട. ഞാൻ ഇവിടെ സുരക്ഷിതയാണ്. വെറുതെ ഓരോന്നാലോചിച്ച് വിഷമിക്കേണ്ട. ഞാനും കൂടെ തന്നെയുണ്ടല്ലോ. അവൾ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥിനൊരൽപ്പം ആശ്വാസം തോന്നി. സത്യത്തിൽ അവൻ അടുത്തില്ലാത്തതുകൊണ്ട് നീലിമയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് സിദ്ധാർത്ഥിന് നല്ല ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സദാ അവളെ നിരീക്ഷിക്കാൻ അവൻ ആണുകളെയും ഏർപ്പാടാക്കിയിരുന്നു. ഇതൊന്നും നീലിമക്കറിയാമായിരുന്നില്ല. അവൾ ആ സമയം മറ്റൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നു. സൈറ്റിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെ സിദ്ധാർത്ഥിനോട് ഇപ്പോൾ പറഞ്ഞ അവൻ വെപ്രാളത്തിൽ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുമെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ മനഃപൂർവ്വം എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. അവൻ തിരികെ വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളുടെ കൂടെ ഇതും സംസാരിക്കാമെന്ന് അവൾ കരുതി. അപ്പോൾ അവളോട് പ്രതീക്ഷിക്കാതെ തന്നെ സിദ്ധാർത്ഥ് ചോദിച്ചു. നിന്റെ കാലിലെ മുറിവ് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട.
നിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കണം. അതാണിപ്പോൾ വലുത്. അതിനാണ് ഞാൻ ഈ കമ്പനി ജോലി നിനക്ക് സംഘടിപ്പിച്ച് തന്നത്, അല്ലാതെ കൂടുതൽ സ്ട്രെയിൻ എടുക്കാനൊന്നുമല്ല. ബാക്കി എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ നോക്കിക്കോളും. അവൻ ചോദിച്ചത് കേട്ട് നീലിമയ്ക്ക് അതിശയം തോന്നി. അവൻ എങ്ങനെയാണ് തൻ്റെ കാലിൽ മുറിവുണ്ടായ കാര്യങ്ങളെല്ലാം അറിഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അവൻ വിദേശത്തായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഏർപ്പാടാക്കിയിരിക്കുമെന്ന് അവൾ ഓർത്തു. അപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം തോന്നി. തനിക്ക് വേണ്ടി അവൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് നീലിമ ചിന്തിച്ചു. ബിസിനസ് യാത്രയ്ക്ക് വിദേശത്തേക്ക് പോയിട്ടുണ്ട് എങ്കിലും അവൻ തൻ്റെ കാര്യങ്ങളിൽ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്നോർത്തപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അവൾ നിശബ്ദയായി എന്ന് കണ്ടപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു, ഞാൻ നിന്റെ കാര്യങ്ങളൊന്നും ഓർക്കാതിരിക്കുകയാണെന്ന് നീ കരുതിയോ? എനിക്ക് നിന്നെ അങ്ങനെ പൂർണ്ണമായും മറന്നു കളഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കാൻ സാധിക്കുമോ നീലിമ? ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മറ്റാരും ഉണ്ടാകില്ല എന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ഏത് സമയവും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വിദേശത്തെന്നെ വ്യത്യാസമേ ഉള്ളൂ. എൻ്റെ ആളുകൾ എപ്പോഴും നിന്റെ പിന്നാലെ ഉണ്ടാവും. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. എപ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ട് കേട്ടോ. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമ നിറഞ്ഞു വന്ന കണ്ണുകളെല്ലാം തുടച്ചു. അവൻ തിരിച്ചു വരുന്നതിന് മുൻപേ തന്നെ സൈറ്റിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അറിയിച്ച് ബുദ്ധിമുട്ടിക്കണ്ട എന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാ ഒന്നും പറയാതിരുന്നത്. എന്തായാലും നിങ്ങൾ തിരികെ വന്നതിന് ശേഷം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ഇപ്പൊ നന്നായി വിശ്രമിക്കാൻ നോക്ക്. നീലിമ പറഞ്ഞു നിർത്തിയതും അവന്റെ പിന്നിൽ നിന്നും മനീഷ് സംസാരിക്കുന്നത് അവൾ കേട്ടു. സിദ്ധാർത്ഥനോട് മറ്റെന്തോ മീറ്റിംഗിന്റെ സമയമാണ് മനീഷ് പറയുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ഉടനെ തന്നെ നീലിമയെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞതിനു ശേഷം മീറ്റിംഗിലേക്ക് തിരികെ പോയി. അവൻ ഫോൺ വെച്ചപ്പോൾ നീലിമയ്ക്ക് വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെട്ടു. അവൾ പിന്നെ അവിടെ നിന്ന് നേരെ ഗൗരി വർമ്മയെ കാണാൻ വേണ്ടി പുറപ്പെടാൻ തീരുമാനിച്ചു. വിനയ് ഭാസ്കറിനോട് ആ കാര്യം പറയുകയും ചെയ്തു. പക്ഷേ വിനയ് ഭാസ്കറിന് ഗൗരി വർമ്മയുടെ വീടും ഓഫീസും ഒന്നും തന്നെ അറിയുമായിരുന്നില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നറിയാതെ നീലിമ നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഡെയിലി ഇതേ സമയത്ത് തന്നെ ആയിരിക്കും ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത എപ്പിസോഡ് ഇടണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ.